ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ആദ്യം തന്നെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ രേണുസുതി കരയുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തമ്മയോട് വിളിച്ച് കരയുന്നതായിട്ടാണ് ആദ്യം ബിഗ് ബോസ് തുടങ്ങുന്നത്. അതെന്തിനാണ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ചായയും പിന്നെ എനിക്ക് അമ്മ ക്രീം ബിസ്ക്കറ്റും തരും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു രേണുസുതി കരയുന്നത്. അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബിഗ് ബോസിൽ ഈ ഒരു കരച്ചിലൊക്കെ ഒഴിവാക്കി സ്ട്രാറ്റജി പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് തോന്നുന്നുണ്ട് രേണുസുതി ആയിക്കോട്ടെ, പിന്നെ അനുമോള്, പിന്നെ നമ്മുടെ അനീഷും രേണുസുതിയുമാണ് ആദ്യത്തെ അടി നടക്കുന്നത്. അടി നടന്നു കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു വ്യക്തി മോങ്ങുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. അടുത്ത അടി നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആര്യനും അപ്പോൾ അടുത്ത അടി നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒനിയൻ സാബുവും രഹാന ഫാത്തിമയും തമ്മിലാണ് ഈ ഒരു വ്യക്തി മോങ്ങിയിട്ട് നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത അടി എന്ന് പറഞ്ഞാൽ അനുവും ആര്യനുമായിട്ടാണ് ലാസ്റ്റത്തെ അടി നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ വീക്കിലി ടാസ്കുകൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടാസ്കിൽ അപ്പോൾ അക്ബറിന് ഇന്നലെ ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പോയിന്റിൽ കുറേ സാധനങ്ങൾ ഈ ഒരു പണി റൂമിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ അനീഷ് കുറേ ഷോ അപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല ബിഗ് ബോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക മാറ്റം, മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അനീഷ് മാത്രം ബുദ്ധിമുട്ടൊന്നുമില്ല ബിഗ് ബോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോയിൻറ്റും ഈ ഒരു ബിഗ് ബോസ് എത്രയാണ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ് വന്നിട്ടുള്ളത്. അതിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 3 പേരാണ് വന്നിട്ടുള്ളത്. അതിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വീക്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാനവാസാണ് വിജയിച്ചിട്ടുള്ളത്. ഷാനവാസ് ഒരു ബൊമ്മയെ തള്ളി വീഴ്ത്തിയിരിക്കുകയാണ്. 3 പേരാണ് ഉണ്ടായിരുന്നത്. അടുത്ത ഇത് എന്ന് പറഞ്ഞാൽ ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷനിൽ അപ്പാണി ശരത്താണ് ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് ഈ ഒരു ജയിലിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അടുത്ത ഇത് എന്ന് പറഞ്ഞാൽ അനുമോളാണ് എല്ലാവരും ചേർന്നിട്ട് ഈ ഒരു ജയിലിലേക്ക് നോമിനേഷൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഒരു ഷോയും എല്ലാം കൊണ്ടും സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്കിലി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുക എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. പിന്നെ ഇന്നൊക്കെ ലാലേട്ടൻ എന്തായാലും വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു ടാസ്കും മറ്റുള്ള കാര്യങ്ങളും എന്താണ് ഈ ഒരു വീക്കിൽ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത്.